ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്നുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് മിക്സിൻ്റെ ജാർക്ക് 1 കപ്പ് ഉഴുന്ന് ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വെള്ളം കുറച്ചിട്ട് ഇത് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും വെള്ളം കുറച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ 1/4 കപ്പോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടാട്ടോ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തത്. അരച്ചെടുത്ത ഉഴുന്ന് മുഴുവനായിട്ടും പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞെടുത്തതും, ചെറിയൊരു തക്കാളിൻ്റെ പകുതി അതിൻ്റെ കുരു കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞെടുത്തതും, എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തതും. നിങ്ങൾക്ക് ഇതിനേക്കാൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർക്കാം. 1 സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഈ ചിക്കൻ ഞാൻ വേവിച്ചിട്ടുള്ളതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം കൈവച്ചിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർക്കണേ. അപ്പോൾ ആദ്യം 1 സ്പൂൺ ചേർത്താണ്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് പിന്നെ 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ അരിപ്പൊടി ഒപ്പം ചേർത്താൽ നമുക്കിത് ശരിക്കും കുഴച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് 2 തവണയായിട്ട് ചേർക്കണത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് വേണം കേട്ടോ അത് ഷേപ്പ് ചെയ്തെടുക്കാൻ. കയ്യിൽ ഒട്ടുന്നൊരു പരുവാണ് നമ്മളെ മാവ്. കയ്യിൽ വെള്ളമാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കണം. നിങ്ങൾക്ക് കയ്യിൽ വെള്ളമാക്കിയിട്ടും ഒട്ടിപ്പിടിക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കട്ടിയാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും കയ്യിൽ വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്താൽ മതി. അരിപ്പൊടി അധികം ചേർക്കും തോറും നമ്മൾ ആ സ്നാക്സ് നല്ല കട്ടിയായി പോകും. അപ്പോൾ എത്രത്തോളം അരിപ്പൊടി കുറച്ച് ചേർക്കാൻ പറ്റുമോ അത്രയും കുറച്ചിട്ട് ചേർക്കുക. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് പൊരിച്ചെടുക്കാൻ. ഈ കയ്യിൽ വെള്ളമാക്കിയിട്ട് കുറേശ്ശെ മാവെടുത്ത് ഇതിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് തിരിച്ചും മറിച്ചിട്ടെടുത്ത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വേവണത് വരെ പൊരിച്ചെടുക്കണം. ഉൾഭാഗം നല്ലോണം വെന്ത് പുറം ഭാഗം നല്ല ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഉഴുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.